ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ മേഖലകളിലെ കോൾ പാടശേഖരങ്ങൾ വെള്ളം നിറഞ്ഞ് സമീപ റോഡുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. മത്സ്യകൃഷിക്കായി പാടശേഖരങ്ങളിലെ കഴകളും സ്ലൂയിസുകളും അടച്ചിട്ടതും ഇറിഗേഷൻ തോടുകളിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞതുമാണ് ആശങ്കയാകുന്നത്. ആലപ്പാട് പള്ളിപ്പുറം റോഡ്, ശാസ്താംകടവ് മനക്കൊടി റോഡ്, പുള്ള് മനക്കൊടി റോഡ് എന്നിവയാണ് വെള്ളക്കെട്ട് ഭീഷണിയിലായത്. ചാഴൂർ, പാറളം, അരിമ്പൂർ മേഖലകളിലെ പല പാടശേഖരങ്ങളും മത്സ്യകൃഷിക്ക് കരാർ നൽകിയതിനെ തുടർന്ന് കരാറുകാർ പാടശേഖരത്തിൽ നിന്ന് ഇറിഗേഷൻ തോടുകളിലേക്കുള്ള കഴകളും സ്ലൂയിസുകളും അടച്ചതാണ് പ്രതിസന്ധിയായത്. ഇതുമൂലം പാടശേഖരങ്ങളിലൂടെ കടന്നുപോകുന്ന PWD റോഡുകൾ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതി ഈ വർഷവും ആവർത്തിക്കുമെന്നാണ് ആശങ്ക. ശാസ്താംകടവ് മനക്കൊടി റോഡ്, പുള്ള് മനക്കൊടി റോഡ്, ആലപ്പാട് പള്ളിപ്പുറം റോഡ് എന്നിവിടങ്ങളിൽ ഇരുവശത്തുമുള്ള പാടശേഖരം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. മഴ ശക്തമായി തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ റോഡുകൾ വെള്ളത്തിൽ മുങ്ങി ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി ആവർത്തിക്കും. പുത്തൻചാല് ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ജലശ്രേയസ് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഈ കുളവാഴ വന്ന് നിറഞ്ഞു നിൽക്കുന്ന കാരണം കൊണ്ട്. അതുപോലെ നാനാസ്ഥലത്തും വെള്ളം കയറിയിട്ട് മീൻ വളർത്തുന്നതിൻ്റെ പേരും പറഞ്ഞിട്ട് വെള്ളത്തിനെ തുറന്നു വിടാതെ അത് കെട്ടി നിർത്തി സംരക്ഷിച്ച് പോരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അധികാരികളുടെ കയ്യിൽ നിന്ന് അത് വേണ്ട രീതിയിൽ ചെയ്ത് ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള വഴി ഒരുക്കി കൊടുക്കുക, ജനങ്ങൾക്ക് പോകാനുള്ള മാർഗ്ഗ തടസ്സങ്ങളില്ലാതെ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് കഴകളും സ്ലൂയിസുകളും തുറന്ന് ജലമൊഴുക്ക് സുഗമമാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് അവഗണിക്കപ്പെടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. പുത്തൻതോട്, ഇറിഗേഷൻ മെയിൻ കനാൽ എന്നിവിടങ്ങളിൽ പല ഭാഗത്തും വ്യാപിച്ച ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യാത്തതും ജലമൊഴുക്കിന് തടസ്സമാവുകയാണ്. റോഡ് വെള്ളത്തിൽ മുങ്ങാൻ കാത്തു നിൽക്കാതെ പാടശേഖരങ്ങളിൽ നിന്ന് തോടുകളിലൂടെ ജലമൊഴുക്ക് സുഗമമാക്കി റോഡുകളും സമീപ കരപ്രദേശങ്ങളും വെള്ളക്കെട്ടിലാകാതിരിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം നേരിട്ട് സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മഴ ശക്തമായതോടെ മനക്കൊടി, ശാസ്താംകടവ്, പുള്ളു മേഖലയിലെ പാടശേഖരങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. പാടശേഖരങ്ങളിലെ മത്സ്യകൃഷിയും ഇറിഗേഷൻ ചാലുകളിലെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചണ്ടിയും കുളവാഴയുമാണ് ഈ വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. അധികൃതർ എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാര നടപടികൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ശാസ്താംകടവ് പാലത്തിന് സമീപത്തു നിന്നും ക്യാമറാമാൻ ആഷിഖിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.